ഞാനൊരു പീസ് തുണിയുടെ മുകളിലേക്ക് 2 നെറ്റ് പീസ് വെക്കുന്നു. അതിൻ്റെ മുകളിലേക്ക് ഒരു പീസും കൂടെ വെച്ച് ഞാൻ 4 സൈഡും അടിച്ചെടുക്കണം. 4 സൈഡും ഒരേപോലെ അടിച്ചെടുക്കണം. ഞാൻ 4 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ 4 കോണും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഏറ്റവും മുകളിലത്തെ 2 പീസ് മുറിച്ച് വെച്ച് ഇത് അകത്തു നിന്നും പുറത്തേക്ക് തിരിച്ചിടണം. കോർണർ ഭാഗമെല്ലാം നന്നായിട്ട് ഒരു കത്രിക കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് കുത്തി ഒരേപോലെ വരത്തക്ക രീതിയിൽ തിരിച്ചിടണം. ഇങ്ങനെ കുത്തി കൊടുത്താൽ കോണൊക്കെ നല്ലപോലെ നമുക്ക് കിട്ടും. ഇതുപോലെ ഞാൻ വേറൊരു പീസും ഇവിടെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇച്ചിരി ചെറിയ മറ്റേത് ഇച്ചിരി ചെറിയതായതുകൊണ്ടാണ് വലിയ പീസ് തയ്ച്ച് വെച്ചത്. നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് ആ രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ്. ആദ്യത്തേത് ഇച്ചിരി ചെറുതായതുകൊണ്ടാണ് വലിയൊരു പീസ് എടുത്ത് അതുപോലെ തന്നെ തയ്ച്ച് തിരിച്ചിടുന്നത്. കോർണർ ഭാഗമെല്ലാം നന്നായിട്ട് കിട്ടാനായിട്ട് കത്രികയുടെ തുമ്പ് വെച്ച് കുത്തി തിരിച്ചെടുത്തിട്ടിട്ടുണ്ട്. 4 ഭാഗവും ഒരേപോലെ തിരിച്ചിട്ടിട്ടുണ്ട്. കണ്ടോ, അത് ചെറുതാണ്. എന്നിട്ട് നടുക്കുനിന്നും ഇതേപോലെ ഞൊറു ഇട്ട് കൊടുക്കുന്നത് പോലെ പിടിക്കണം. ഇങ്ങനെ ഞൊറിഞ്ഞ് നടുഭാഗത്ത് പിടിച്ചിട്ട് ഒരു ത്രെഡ് എടുത്ത് കെട്ടിക്കൊടുക്കണം. ഞാനിവിടെ ത്രെഡ് എടുത്ത് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കെട്ടിക്കൊടുക്കണം. കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു സീക്വൻസ് വെച്ച് നടുഭാഗത്ത് തുന്നിക്കൊടുക്കുകയാണ്. നല്ല കല്ലുള്ള സീക്വൻസ് ലേസാണ് ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത്. സീക്വൻസ് ലേസ് ചുറ്റും ഇങ്ങനെ വെച്ച് സൂചിയും നൂലും കൊണ്ട് തുന്നിക്കൊടുക്കുവാണ്. ഞാനിവിടെ തുന്നി എടുത്തിട്ടുണ്ട്. ഇവിടെ ബട്ടർഫ്ലൈ റെഡിയായി. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഇടണേ.